ഇന്നത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്നത് 9ാമത്തെ ശ്ലോകം മുതലാണ്. ഇവിടെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ശക്തികളെ കുറിച്ച് പറയുന്നു. ഭഗവാൻ എങ്ങനെയാണ് ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്, ഭഗവാൻ ഈ സൃഷ്ടിയെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് സൃഷ്ടി നടക്കുന്നതും സ്ഥിതി നടക്കുന്നതും സംഹാരം നടക്കുന്നതും എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഈ കർമ്മങ്ങളിലൊന്നും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ഭഗവാന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിൽ പോലും ഭഗവാന് ഈ കർമ്മങ്ങളുമായിട്ട് യാതൊരു ബന്ധവും നേരിട്ടില്ല എന്നുള്ള കാര്യം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 9ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. നചമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനം അസക്തം തേഷു കർമ്മസു. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലെ കർമ്മങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഭൗതിക പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. വലിയ വലിയ ഗ്രഹങ്ങൾ ഈ ലോകത്ത് ഈ ശൂന്യാകാശത്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയൊക്കെ ഭഗവാൻ നിയന്ത്രിക്കുന്നുണ്ട്. അതേപോലെ ഓരോ ലോകത്തും വ്യത്യസ്തമായിട്ടുള്ള സമയക്രമമാണുള്ളത്. ഓരോ ലോകത്തും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥ ക്രമമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ സസ്യങ്ങളൊക്കെ വളർന്നു വരുന്നു, പഴയ സസ്യങ്ങളൊക്കെ നശിച്ചു പോകുന്നു, പുതിയ ജീവജാലങ്ങൾ ജനിക്കുന്നു, ഒരുപാട് ജീവജാലങ്ങൾക്ക് പ്രായമാകുന്നു, അവയൊക്കെ നശിച്ചു പോകുന്നു, പുതിയവ ഉണ്ടായി വരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ പ്രപഞ്ചത്തിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിമിഷം തോറും കോടാനുകോടി പ്രവർത്തനങ്ങൾ, നമുക്ക് എണ്ണിയാൽ തീർക്കാൻ സാധിക്കാത്ത പ്രവർത്തനങ്ങൾ ഈ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ പറയുന്നു, ആ പ്രവൃത്തികളിലൊന്നും തനിക്ക് നേരിട്ട് ബന്ധമില്ല. അതൊന്നും ഭഗവാൻ നേരിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഭൗതിക പ്രകൃതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഭഗവാൻ യാതൊരു ഉത്കണ്ഠയുമില്ല എന്നാണ് ഭഗവാൻ അടുത്ത 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആ ശ്ലോകം നമുക്ക് വായിക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 9ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേകൃഷ്ണ പ്രഭു, ഞാൻ വായിച്ചോട്ടെ? സഞ്ജീവനി മാതാജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നച മാം താനി കർമാണി നിബന്ധന്തി ധനഞ്ജയ ഉദാസീനം അസക്തം തേഷു കർമ്മസു. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദി ജയ്. വിവർത്തനം: ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. ഭാവാർത്ഥം: ഭഗവാന് യാതൊരു പ്രവൃത്തിയുമില്ലെന്ന് ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ആധ്യാത്മിക ലോകത്തിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആത്മാരാമസ്യ തസ്യാസ്തി പ്രകൃത്യാന സമാഗമ. ബ്രഹ്മസംഹിത 5.6 പറയുന്നു. അദ്ദേഹം എപ്പോഴും ശാശ്വതവും ആനന്ദാത്മകവുമായ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭൗതിക കർമ്മങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. തന്റെ വിവിധ ശക്തികളാലാണ് ഭൗതിക കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. സൃഷ്ടിയിലെ ഭൗതിക ക്രിയകളിൽ ഉദാസീനനാണ് അദ്ദേഹം. ഉദാസീനവത എന്ന വാക്ക് ഈ ഉപേക്ഷാഭാവത്തെ കുറിക്കുന്നു. പ്രകൃതി പ്രക്രിയകളുടെ ഓരോ സൂക്ഷ്മ അംശവും അദ്ദേഹത്തിന് അധീനമാണെങ്കിലും ഉദാസീനനെ പോലെയാണ് ഭഗവാന്റെ നില. ന്യായസ്ഥനായ ഒരു ഹൈക്കോടതി ജഡ്ജിയെ ഉദാഹരണമായി എടുക്കാം. തന്റെ കൽപ്പന പ്രകാരം പലതും സംഭവിക്കുന്നു. ഒരാളെ തൂക്കിക്കൊല്ലുന്നു, മറ്റൊരാളെ തടവിലിടുന്നു, ഇനിയും ഒരാൾക്ക് എമ്പാടും ധനം കിട്ടുന്നു. എങ്കിലും ജഡ്ജി ഇതിലെല്ലാം ഉദാസീനനാണ്. ആ ലാഭനഷ്ടങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അതേ വിധമത്രേ ഭഗവാന്റെ സ്ഥിതിയും. പക്ഷെ ഏതൊരു കർമ്മ മേഖലയിലും അദ്ദേഹത്തിന്റെ കൈ എത്തുന്നുണ്ട്. വൈഷമ്യ നൈർദ്രണ. വേദാന്ത സൂത്രം 2.1.34. ഭൗതിക ലോകത്തിലെ ദ്വന്ദ്ങ്ങളിലല്ല
അവയ്ക്ക് അതീതനാണ് അദ്ദേഹം വർത്തിക്കുന്നത്. ഇതിന്റെ സൃഷ്ടി സംഹാരങ്ങളോട് താൻ ബന്ധപ്പെടുന്നതുമില്ല. ജീവാത്മാക്കൾ താന്താങ്ങളുടെ മുൻ കർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ജീവഗണങ്ങളിൽ പിറവിയെടുക്കുന്നു. ഇക്കാര്യത്തിൽ ഭഗവാൻ ഒരിക്കലും ഇടപെടാറില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഇവിടെ ഭൗതിക പ്രകൃതിയിൽ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നു, നച്ചമാം താനി കർമാണി നിബന്ധനന്തി ധനഞ്ജയ. ഈ കർമ്മങ്ങളിലൊന്നും താൻ ബന്ധനസ്ഥനല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഭഗവാൻ ഈ കർമ്മങ്ങളൊന്നും നേരിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഭഗവാൻ ഈ കർമ്മങ്ങളെ കുറിച്ചൊന്നും യാതൊരു ഉത്കണ്ഠയുമില്ല. അത് ഈ ഭൗതിക ലോകത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ആത്മീയ ലോകങ്ങളിൽ ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ഭഗവാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആനന്ദാമ്പുതി വർധനം, ആനന്ദം വർദ്ധിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ലീലകൾ ഭഗവാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അതും ബന്ധിതനായിട്ടല്ല. ഭഗവാന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ഭഗവാന് നേരിട്ടൊന്നും പ്രവർത്തിക്കാൻ തന്നെയില്ല. കാരണം എന്താണ്? ഭഗവാൻ ചിന്തിച്ചാൽ തന്നെ ഭഗവാന് പ്രവർത്തിക്കാൻ വേണ്ടി ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഏജന്റുകളാണ്. ഭഗവാന്റെ ഏജന്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ ഏജന്റുകളാണ് നമ്മൾ ദേവന്മാരെന്ന് പറയുന്നത്. അപ്പൊ ദേവന്മാർ ഭഗവാന്റെ ഉദ്ദേശം അറിയുന്ന വ്യക്തികളാണ്. അവർക്ക് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സച്ചരാചരം ഭഗവാൻ പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ. ഭഗവാൻ നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാൻ ആഗ്രഹിച്ചാൽ തന്നെ ഈ പ്രകൃതി ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചോളും. അതുകൊണ്ട് ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചും ഭഗവാന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് പ്രകൃതി അങ്ങനെ ചെയ്തോളും. ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്ന് പ്രകൃതിക്ക് അറിയാം. പ്രകൃതിയിലെ വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാർക്കും അറിയാം. അതുകൊണ്ട് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലെ പ്രവൃത്തികൾ ആ ദേവന്മാർ നോക്കിക്കൊള്ളും. ഭഗവാന് ജസ്റ്റ് നിർദ്ദേശം നൽകിയാൽ മാത്രം മതി. അല്ലാതെ ഭഗവാന് നേരിട്ട് അതിലൊന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഭൗതിക ലോകത്തിലെ നിയമങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെ, ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഭഗവാന് പോലും കർമ്മഫലമുണ്ട് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഭഗവാനെ കുറിച്ച് അറിയാതെ പറയാറുണ്ട്. അല്ല, ഭഗവാന് ശാപം ലഭിച്ചു, ഭഗവാന് ശാപം ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ കാലിൽ അമ്പേൽക്കേണ്ടി വന്നത്. അപ്പം ഭഗവാന് പോലും കർമ്മമുണ്ട്, ഭഗവാന് പോലും കർമ്മത്തിനെ മറികടക്കാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഭഗവാനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഈ ഭൗതിക ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും, എല്ലാ കർമ്മ നിയമങ്ങളും ഭഗവാന് അധീനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊന്നും ഭഗവാൻ ഒരിക്കലും ബന്ധിക്കാൻ സാധിക്കുകയില്ല. ഭഗവാന് വേണമെങ്കിൽ ആ കർമ്മ നിയമങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറ്റാൻ സാധിക്കും. കർമ്മനിയമത്തിനനുസരിച്ചിട്ടല്ല ഭഗവാൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഭഗവാൻ അവതരിക്കുന്നതും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നതും ഒന്നും ഈ കർമ്മ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടില്ല. ഭൗതിക ലോകത്തിലുള്ള കർമ്മ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല. അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത് ജന്മകർമ്മചമേ ദിവ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ കർമ്മങ്ങൾ ഭൗതികമായിട്ടുള്ള പ്രവർത്തനമല്ല. നമ്മുടെ കർമ്മങ്ങളാണ് ഭൗതിക പ്രവർത്തനങ്ങൾ. അല്ലെ, നമ്മൾ ജനിക്കുന്നതും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. പ്രകൃതി നിയമങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നു, പ്രകൃതി നിയമങ്ങളെല്ലാം ഭഗവാൻ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രകൃതി നിയമങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നതേയില്ല. ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഭഗവാൻ അതിലെല്ലാം ഉദാസീനനാണ് എന്ന് പറയുന്നത്. ഉദാസീനം അസക്തം തേഷു കർമ്മസു. നേരിട്ട് അതിലൊന്നും ബന്ധപ്പെടാതെ ഭഗവാൻ ഇരിക്കുകയാണ് എന്ന് പറയും.
ഭഗവാന്റെ ഏജന്റുകൾ, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളാണ് ഈ ഭൗതിക ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അല്ലാതെ ഭഗവാൻ ഇവിടെ നേരിട്ട് വന്നൊന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഭഗവാൻ നേരിട്ട് എന്തിനാണ് വരുന്നതെന്ന് നമ്മൾ ചോദിക്കാം. അത് ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, സംഭവാമി ആത്മമായ ജീവാത്മാക്കളോടുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. അല്ലാതെ കർമ്മബന്ധനത്തിന് വിധേയമായിട്ടല്ല, പൂർവജന്മത്തിലെ കർമ്മത്തിന് വിധേയമായിട്ടല്ല ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. ആ വ്യത്യാസം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ജനിക്കുന്നത് നമ്മുടെ പൂർവജന്മത്തിലെ കർമ്മത്തിനനുസരിച്ചിട്ടാണ്. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. പക്ഷെ ഭഗവാൻ അവതരിക്കുന്നത് കർമ്മബന്ധനത്തിന്റെ ഫലമായിട്ടല്ല. ഒരു കർമ്മവും ഭഗവാനെ ബന്ധിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഈ കാര്യം നമ്മൾ ഭഗവാനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഭഗവാന്റെ ലീലകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഭഗവാന് യാതൊരു കർമ്മബന്ധനവുമില്ല. എല്ലാ കർമ്മ നിയമങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ഭഗവാനാണ്. ഭഗവാൻ ഏത് കർമ്മ നിയമത്തിനെ മാറ്റിമറിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നത്? ഭാഗവതത്തിൽ സ്വരാട് എന്ന് വിളിക്കുന്നത്. ജന്മാദ്യസ്യതോ അന്യാദിതരദാർത്ഥേഷഭിജ്ഞ സ്വരാട്. ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ഒരു പ്രകൃതി നിയമത്തിനും ഭഗവാനെ ബാധിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പ്രകൃതി നിയമങ്ങൾ അനുസരിക്കേണ്ട ആവശ്യം ഭഗവാന് ഒരിക്കലും എന്നിവിടെ ഭഗവാൻ പറയുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 10ാമത്തെ ശ്ലോകം. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദം വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മായാധ്യക്ഷേണ പ്രകൃതിഃ സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. വിവർത്തനം. അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തിവിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമമനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ഭൗതിക ലോകത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം അകന്നാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവയുടെ ആത്യന്തിക നിയന്ത്രണം അദ്ദേഹത്തിൻ്റെതാണെന്ന് ഇവിടെ സ്പഷ്ടമാക്കുന്നു. ഭൗതിക ലോകത്തിന്റെ പശ്ചാത്തലവും അതിനു പിന്നിലുള്ള ഇച്ഛാശക്തിയുമത്രേ ഭഗവാൻ. ഭരണ ചുമതല ഭൗതിക പ്രകൃതിയുടേതും. വിഭിന്നാകൃതികളിൽ വിവിധ വർഗങ്ങളിൽ പിറക്കുന്ന ജീവാത്മാക്കളുടെയെല്ലാം പിതാവാണ് ഞാൻ എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പിതാവാണ് മാതൃഗർഭത്തിൽ കുട്ടിയായി വളരേണ്ടുന്ന ബീജങ്ങൾ നിക്ഷേപിക്കുന്നത്. ഭഗവാനാകട്ടെ കടാക്ഷമാത്രത്താൽ പ്രകൃതി ഗർഭത്തിൽ സർവ്വജീവഗണങ്ങളുടെയും ബീജവാപം ചെയ്യുന്നു. മുൻ ജന്മത്തിലെ ആഗ്രഹങ്ങൾക്കും പ്രവർത്തികൾക്കുമനുസരിച്ചായിരിക്കും അവയോരോന്നും ഓരോ വർഗത്തിലും ആകൃതിയിലും പിറക്കുന്നത്. ഭഗവത് കടാക്ഷത്തിൽ നിന്ന് ഉളവായവയാണെങ്കിലും മുൻ ജന്മത്തിലെ ആഗ്രഹവും കർമ്മവും അനുസരിച്ച് ആ ജീവാത്മാക്കൾ വിഭിന്നാകൃതികളിൽ ജനിക്കുന്നു. ആ നിലയ്ക്ക് ഈ ഭൗതിക സൃഷ്ടിയിൽ ഭഗവാൻ നേരിട്ട് ഇടപെടുന്നില്ല, പ്രകൃതിയെ കടാക്ഷിക്കുക മാത്രം ചെയ്യുന്നു. പ്രകൃതി ഇങ്ങനെ പ്രചോദിതയാവുമ്പോൾ ചരാചരങ്ങളെല്ലാം ക്ഷണേന സൃഷ്ടിക്കപ്പെടുകയാണ്. ഭൗതിക പ്രപഞ്ചത്തെ കടാക്ഷിക്കുക എന്നത് ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം തന്നെയാണെന്ന് സംശയരഹിതമായി പറയാവുന്നതാണ്. എങ്കിലും പ്രപഞ്ചാവിർഭാവത്തോട് അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സ്മൃതിയിൽ ഇതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മുന്നിൽ സുരഭിലമായൊരു പൂവ് ഇരിക്കുന്നു. ആ പൂവും അയാളുമായി ഒരു വിധത്തിലും ബന്ധപ്പെട്ടില്ലെങ്കിലും തന്റെ ഘ്രാണശക്തി അതിന്റെ ഗന്ധത്തെ അറിയുന്നുണ്ട്. ആ ഘ്രാണശക്തിയും പൂവും വ്യത്യസ്തങ്ങളുമാണ്. അത്തരം ഒരു ബന്ധമത്രേ ഭൗതിക പ്രപഞ്ചത്തിന് ഭഗവാനോടുള്ളത്. അദ്ദേഹത്തിന് പ്രപഞ്ച സംഘമില്ല, എങ്കിലും ആജ്ഞ കൊണ്ട് കടാക്ഷമാത്രത്താൽ സൃഷ്ടിക്കുന്നു. ചുരുക്കത്തിൽ ഭൗതിക പ്രകൃതിക്ക്
ഭഗവദാജ്ഞ ഭഗവദാജ്ഞാനുസാരണയല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാലും അദ്ദേഹം ഭൗതിക പ്രവർത്തനങ്ങൾക്ക് അതീതനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യമാതാജി. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, ഈ ഭൗതിക ലോകത്ത്, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഒരു പ്രവൃത്തി നടക്കണമെങ്കിലും ഭഗവാന്റെ അനുമതി ആവശ്യമാണ്. ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഈ ഭൗതിക ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാൻ അറിയാൻ സാധിക്കും. ഒരു ഇല അനങ്ങുന്നത് പോലും ഭഗവാൻ അറിയാൻ സാധിക്കും. കാരണം എന്താണ്? എല്ലാ ആറ്റങ്ങളുടെ അകത്തും ഭഗവാൻ ഇരിക്കുന്നുണ്ട് പരമാത്മരൂപത്തിൽ. അന്ധാന്തരസ്ഥം പരമാണു ചെയ്യാന്തരസ്ഥം. അതുകൊണ്ട് എവിടേക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഭഗവാന് കാണാൻ സാധിക്കും. ഉപദ്രഷ്ട ഭഗവാന് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം അനുമതി നൽകുന്നത് ഭഗവാനാണ്. കാരണം എന്താണ്? ഇവിടെയുള്ള എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥൻ ഭഗവാനാണ്. സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തി ഭഗവാനാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയാണ് ഈ ഭൗതിക വസ്തുക്കളെല്ലാം. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ ശക്തി ആയതുകൊണ്ട് പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരം ഇതെല്ലാം ഭഗവാന്റെ ശക്തി ആയതുകൊണ്ട് ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെ ആ ശക്തികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഉപദ്രഷ്ട അനുമന്ത എന്ന് ഭഗവാൻ പറയുന്നത്. അനുമതി നൽകുന്ന വ്യക്തിയാണ് ഭഗവാൻ. അപ്പൊ അതിന്റെ അർത്ഥം ഈ ലോകത്തിലുള്ള ദേവന്മാർക്ക് പോലും ഒന്നും സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. ദേവന്മാർക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും ഭഗവാന്റെ അനുമതി ആവശ്യമാണ്. ഏതെങ്കിലും ഒരു ദേവനെ ആരാധിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കണമെന്ന് ആ ദേവൻ വിചാരിക്കുകയാണെങ്കിൽ അത് സ്വന്തം ഇഷ്ടപ്രകാരം ആ ദേവന് കൊടുക്കാൻ സാധിക്കും. അതിനെന്ത് വേണം? അതിനും ഭഗവാന്റെ അനുമതി വേണം. ഒരു തന്നെ ആരാധിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അനുഗ്രഹം നൽകണമെങ്കിൽ അതിന് ആ ദേവൻ എന്ത് ചെയ്യണം? ആദ്യം ഭഗവാന്റെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങണം. ഭഗവാന്റെ പെർമിഷനോട് കൂടി മാത്രമേ ആ വ്യക്തിക്ക് അനുഗ്രഹം നൽകാൻ സാധിക്കുള്ളൂ. യഥാർത്ഥത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും എവിടുന്ന് തന്നെ വരുന്നതാണ്? ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ്. ദേവന്മാർ നൽകുന്ന അനുഗ്രഹം പോലും ഭഗവാൻ അറിയാതെ വരുന്നില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെ വരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നേരിട്ട് ഭഗവാന് ശരണം പ്രാപിക്കാൻ ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്, അല്ലെ? വെറുതെ ദേവന്മാരെ ശരണം പ്രാപിച്ച് അവർ പിന്നെ ഭഗവാനോട് ചോദിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് അനുഗ്രഹമാകുന്നത് ഭഗവാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ നേരിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കാനാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഈ ഭൗതിക ലോകത്തില് ഒന്നും സംഭവിക്കുന്നില്ല. ഏത് പ്രവർത്തനം നടക്കണമെങ്കിലും ഭഗവാന്റെ അനുമതി ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഭഗവാന്റെ ആ ഒരു പൊട്ടൻസി, ഭഗവാന്റെ ആ പൊസിഷനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ എല്ലാവരും അറിയുന്നില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ, എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഭഗവാനെ, ഈ ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഭഗവാന്റെ അനുമതി ആവശ്യമാണ്. അങ്ങനെയുള്ള ഭഗവാനെ എല്ലാവരും മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ അവതരിക്കുമ്പോൾ പോലും എല്ലാവരും അതേ രീതിയിൽ ഭഗവാനെ തിരിച്ചറിയുന്നില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 11ാമത്തെ ശ്ലോകത്തിൽ അവജാനന്തി മാമൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. സമയമുണ്ട്, നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 11ാമത്തെ ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളും. കുറച്ച് നീണ്ട ഭാവാർത്ഥമാണ്. വേണമെങ്കിൽ രണ്ട് മാതാജിമാർക്ക് മാറി വായിക്കാം. ഞാൻ വായിക്കട്ടെ പ്രഭുജി? ഹരേ കൃഷ്ണ. ജയശ്രീ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അവജാനന്തി മാമൂഢ മാനുഷീം ധനുമാശ്രിതം ഭരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. ജയ് ശ്രീല പ്രഭാത് കി ജയ്. വിവർത്തനം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എൻ്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്കറിഞ്ഞുകൂടാ. ഭാവാർത്ഥം. ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ സാധാരണ മനുഷ്യനായി കരുതാൻ പാടില്ലെന്ന് മുൻ ശ്ലോകങ്ങളുടെ വിശദീകരണങ്ങൾ വെളിവാക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാൻ വെറുമൊരു മനുഷ്യനാകാൻ വയ്യ. എങ്കിലും കൃഷ്ണനെ കരുത്തേറിയ ഒരു മനുഷ്യനെന്ന് മാത്രം കരുതുന്ന മൂഢന്മാർ പലരുമുണ്ട്. വാസ്തവത്തിൽ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈശ്വര പരമ കൃഷ്ണ, പരംപുരുഷനും ആദിപുമാനുമായ ഭഗവാനാണ് കൃഷ്ണൻ. ഈശ്വരന്മാർ പലരുണ്ട്, നിയന്താക്കളാണവർ. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് തോന്നാം. സാധാരണ ലൗകിക കാര്യങ്ങളുടെ നിർവഹണത്തിന് ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് മേലധികാരിയായി ഒരു സെക്രട്ടറിയും സെക്രട്ടറിക്ക് ഉപരി ഒരു മന്ത്രിയും അദ്ദേഹത്തിന് നിയന്താവായി പ്രസിഡന്റും ഉണ്ട്. ഇവരെല്ലാം നിയന്താക്കൾ തന്നെ. ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കുന്നു. പരമാധികാരി കൃഷ്ണനാണെന്ന് ബ്രഹ്മസംഹിത പറയുന്നു. ഭൗതികവും ആത്മീയവുമായ രണ്ടു ലോകങ്ങളിലും നിയന്താക്കളായി പലരുമുണ്ടെന്നതിന് സംശയമില്ല. എന്നാൽ കൃഷ്ണനാണ് പരമാധികാരി. ഈശ്വര പരമകൃഷ്ണ. അദ്ദേഹത്തിന്റെ ശരീരം ഭൗതികമല്ല, സച്ചിദാനന്ദമയമാണ്. മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ച ആശ്ചര്യകരമായ കർമ്മങ്ങൾ ഭൗതിക ശരീരം കൊണ്ട് ചെയ്യാവുന്നവയല്ല. ശാശ്വതവും ആനന്ദമയവും വിജ്ഞാനമയവുമാണ് കൃഷ്ണന്റെ ശരീരം. സാധാരണ മനുഷ്യനല്ലെങ്കിലും അങ്ങനെയാണെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തെ മൂഢന്മാർ നിന്ദിക്കുന്നു. മാനുഷീം എന്ന് ഇവിടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അദ്ദേഹം അർജുനന്റെ സഖാവായും കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യതന്ത്രജ്ഞനായും മനുഷ്യരെ പോലെ അഭിനയിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പലവിധത്തിലും ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ആ ശരീരം സച്ചിദാനന്ദമയമാണ്. സച്ചിദാനന്ദ രൂപായ കൃഷ്ണായ എന്ന് വേദസൂക്തം. സച്ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഗോപാലദാപ ഉപനിഷത്ത്. വേറെയുമുണ്ട് വേദസൂക്തങ്ങൾ. തമേകം ഗോവിന്ദം. അങ്ങ് ഇന്ദ്രിയങ്ങൾക്കും പശുക്കൾക്കും ആനന്ദമരുളുന്ന ഗോവിന്ദനത്രേ. സച്ചിദാനന്ദ വിഗ്രഹം. അങ്ങയുടെ അതീന്ദ്രിയാകാരം സച്ചിദാനന്ദമയമാണ്. ഗോപാലദാപ നുപനിഷത്ത് 1.35. ഭഗവാൻ കൃഷ്ണന്റെ ആനന്ദമയവും ജ്ഞാനമയവുമായ ശരീരത്തിന്റെ അതീന്ദ്രിയ ഗുണങ്ങളെക്കുറിച്ചറിയാതെ പല പണ്ഡിതന്മാരും ഗീതാഭാഷ്യ കർത്താക്കളും കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനെന്ന് കരുതി പുച്ഛിക്കുന്നു. മുൻ ജന്മത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് ഒരാൾ ഒരു അസാധാരണ പണ്ഡിതനാവാം. എങ്കിലും കൃഷ്ണനെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഈ ധാരണ അറിവില്ലായ്മയിൽ നിന്നുളവായതാണ്. അതുകൊണ്ട് അയാൾ മൂഢൻ തന്നെ. കൃഷ്ണനെ വെറുമൊരു മനുഷ്യനാണെന്ന് കണക്കാക്കാൻ മൂഢന് മാത്രമേ കഴിയൂ. ഭഗവാന്റെയും അവിടുത്തെ വ്യത്യസ്ത ശക്തികളുടെയും പ്രവർത്തനം അതീവ രഹസ്യമാകയാലാണ് മൂഢന്മാർ കൃഷ്ണനെ സാധാരണ മനുഷ്യനായി കരുതുന്നത്. സത് ചിത് ആനന്ദം എന്നിവയുടെ പ്രതീകമാണ് കൃഷ്ണന്റെ ദിവ്യ ശരീരമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എല്ലാറ്റിൻ്റെയും ഉടമയായ അദ്ദേഹത്തിന് ആർക്കു വേണമെങ്കിലും മുക്തി നൽകാൻ കഴിയുമെന്ന് അവരറിയുന്നില്ല. കൃഷ്ണന്റെ ഈ വിധമുള്ള അതീന്ദ്രിയ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അവർ അദ്ദേഹത്തെ പുച്ഛിക്കുന്നത്. ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ പ്രത്യക്ഷീഭാവമാണ് ഭൗതിക ലോകത്തിലേക്കുള്ള അവതാരമെന്ന് അവർക്കറിയില്ല. ഭൗതിക ശക്തിക്ക് ഉടമയാണ് അദ്ദേഹം. ആ ശക്തി എത്രയും കരുത്തുറ്റതാണെങ്കിലും തൻ്റെ നിയന്ത്രണത്തിലാണെന്നും തനിക്ക് ആത്മാർപ്പണം ചെയ്യുന്ന ഏതൊരാൾക്കും അതിനെ കീഴ്പ്പെടേണ്ടി വരില്ലെന്നും കൃഷ്ണൻ പലപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. മമ മായാ ദുരധ്യ. കൃഷ്ണന് സ്വാത്മാർപ്പണം ചെയ്യുന്ന ഒരാൾക്ക് ഭൗതിക ശക്തിയുടെ സ്വാധീനതാ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനാവുമെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ ശരീരം എങ്ങനെ നമ്മുടേതുപോലെ ഭൗതികമായ ഒന്നാവും?
കൃഷ്ണനെ കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണ പൂർണ്ണമായും വിഡ്ഢിത്തമാണ്. ഒരു സാധാരണ മനുഷ്യനായി കാണപ്പെടുന്ന ഭഗവാൻ കൃഷ്ണൻ പരമാണു കോടികളെയും വിശ്വരൂപത്തിന്റെ ഭീമാകാരമായ ആവിർഭാവത്തെയും ഒരുപോലെ വരുതിയിൽ നിർത്തുന്നുവെന്ന് ഒരു വിധത്തിലും മൂഢജനങ്ങൾക്ക് സങ്കല്പിക്കാനാവില്ല. ഏറ്റവും വലിപ്പമുള്ള ഒരു സൂക്ഷ്മ രൂപം അവരുടെ ഭാവനയ്ക്ക് അതീതമാണ്. അതുകൊണ്ട് മനുഷ്യാകൃതിയിലുള്ള ഒരാൾക്ക് അപരിമേയമായതിനെയും അണുപ്രായമായതിനെയും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നവർ വിശ്വസിക്കില്ല. വാസ്തവത്തിൽ ആ രണ്ടിൻ്റെയും ഉടമ ഭഗവാൻ തന്നെയെങ്കിലും അദ്ദേഹം അവയിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. അപരിമേയത്തെയും അണുപ്രായമായതിനെയും ഒരേ വിധത്തിൽ നിയന്ത്രിക്കുന്നുവെന്നും അതേസമയം അവയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവെന്നും അവിടുത്തെ ഐശ്വര്യമായ യോഗത്തെ, അചിന്ത്യവും ദിവ്യവുമായ ശക്തിയെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. സാധാരണ മനുഷ്യനെ പോലെ തോന്നിക്കുന്ന കൃഷ്ണന് അപരിമേയമായതിനെയും അണുപ്രായമായതിനെയും എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മൂഢന്മാർക്കറിയില്ലെങ്കിലും കൃഷ്ണൻ പരമപുരുഷനാണെന്ന് അറിവുള്ള ഭക്തജനങ്ങൾ അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് സ്വാത്മാർപ്പണം ചെയ്യുകയും ചെയ്യുന്നു. കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. നിരാകാരവാദികൾക്കും സാകാരവാദികൾക്കും ഇടയിൽ ഒരു വിവാദ വിഷയമാണ് ഭഗവാന്റെ മനുഷ്യരൂപത്തിലുള്ള ഈ അവതാരം. കൃഷ്ണശാസ്ത്രത്തിൽ പ്രാമാണിക ഗ്രന്ഥങ്ങളായ ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും മനസ്സിരുത്തി വായിക്കുന്നവർക്കറിയാം കൃഷ്ണൻ സർവേശ്വരനാണെന്ന്. ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ അവതരിച്ചാലും അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല. ശ്രീമദ് ഭാഗവതത്തിൽ 1:1:20 ശൗനകാദികളായ മുനികൾ കൃഷ്ണന്റെ പ്രവൃത്തികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യനെ പോലെ ബലരാമനോടൊപ്പം കളിച്ചു നടന്നു. ഈ കപടവേഷത്തിൽ അദ്ദേഹം മനുഷ്യ സാധ്യങ്ങളല്ലാത്ത പല കർമ്മങ്ങളും ചെയ്തു. ഭഗവാൻ മനുഷ്യനായി അവതരിച്ചത് മൂഢന്മാരെ അമ്പരപ്പിക്കുന്നു. കൃഷ്ണൻ ഭൂമിയിൽ സന്നിഹിതനായിരുന്നപ്പോൾ ചെയ്ത അത്ഭുത കൃത്യങ്ങൾ മറ്റൊരു മനുഷ്യനും നിർവഹിക്കാനാവുന്നവയല്ല. ആദ്യമായി കൃഷ്ണൻ തൻ്റെ അച്ഛനമ്മമാർക്ക്, ദേവകി വാസുദേവന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് 4 കൈകളോടെയാണ്. എന്നാൽ അവരുടെ അപേക്ഷയനുസരിച്ച് പിന്നീട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യ ശിശുവിൻ്റെ രൂപം സ്വീകരിച്ചു. ബഹുവ പ്രാകൃത ശിശു, ഭാഗവതം 10:3-46. ഈ സാധാരണ മനുഷ്യരൂപം സ്വീകരിക്കലും ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിന്റെ ഒരു ഭാവം തന്നെയെന്ന് ഇവിടെ വീണ്ടും സൂചിപ്പിക്കുന്നു. ഭഗവത്ഗീത 11-ാം അധ്യായത്തിലും അർജുനൻ വിശ്വരൂപ ദർശനത്തിന് ശേഷം 4 കൈകളോട് കൂടിയ ഭഗവത് രൂപം തന്നെ വീണ്ടും കാട്ടിത്തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ തേനൈവ രൂപേണ ചതുർഭുജേന കൃഷ്ണൻ ആ രൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം തൻ്റെ മനുഷ്യ സദൃശമായ യഥാർത്ഥ രൂപം കൈക്കൊണ്ടതായി മാനുഷ്യരൂപം വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള രൂപാന്തരങ്ങൾ മനുഷ്യ സാധാരണമല്ല തന്നെ. മായാവാദ പ്രേരിതരായി കൃഷ്ണനെ അവഗണിക്കുന്നവർ കൃഷ്ണൻ സാധാരണ മനുഷ്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രീമദ് ഭാഗവതത്തിലെ ഈ ഒരു ശ്ലോകം ഉദ്ധരിക്കുന്നു. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിത സദാ. ഭാഗവതം 3:29-21. ഭഗവാൻ സർവ ജീവജാലങ്ങളിലുമുണ്ട്. കൃഷ്ണനെ പുച്ഛിച്ചു തള്ളുന്ന പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെ പിന്തുടരുന്നതിനു പകരം വൈഷ്ണവാചാര്യന്മാരായ ജീവ ഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എന്നിവരെ പോലുള്ളവരിൽ നിന്ന് ഈ പ്രത്യേക ശ്ലോകത്തിന്റെ അർത്ഥം ഗ്രഹിക്കുകയാണ് നല്ലത്. ഈ സൂക്തത്തെക്കുറിച്ച് ജീവ ഗോസ്വാമി പറയുന്നു, കൃഷ്ണൻ തൻ്റെ പരിപൂർണ വിസ്തരണത്തിൽ പരമാത്മാവെന്ന നിലയിൽ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നു. ആ നിലയ്ക്ക് ക്ഷേത്രത്തിലുള്ള ശ്രീ ഭഗവാന്റെ അർച്ചനാമൂർത്തിയെ മാത്രം ആരാധിക്കുകയും മറ്റു ജീവജാലങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന കനിഷ്ഠ ഭക്തന്റെ വിഗ്രഹാരാധന വ്യർത്ഥമാണ്. ഭഗവത് ഭക്തന്മാർ 3 വിധത്തിലുണ്ട്. കൂട്ടത്തിൽ താഴ്ന്ന നിലയിലാണ് പുതുഭക്തൻ. കനിഷ്ഠ ഭക്തൻ മറ്റു ഭക്തന്മാരോട് എന്നതിലധികം ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തോട് താല്പര്യം പ്രദർശിപ്പിക്കാറുണ്ട്. ഈ മനോഭാവം തിരുത്തണമെന്നാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ മുന്നറിയിപ്പ് തരുന്നത്. കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മ സ്വരൂപിയായി വാഴുന്നത് കൊണ്ട് ഓരോ ശരീരവും ഭഗവൻ നികേതമത്രേ. അതുകൊണ്ട്
വാസമാകുന്ന ഓരോ ശരീരത്തെയും വേണ്ടും വണ്ണം ആദരിക്കണം. അവഗണനാർഹരായിട്ട് ആരും തന്നെയില്ല. ഏവരെയും ബഹുമാനിക്കേണ്ടതാണ്. ക്ഷേത്രാരാധനയെ നിന്ദിക്കുന്ന നിരാകാരവാദികളും പലരുണ്ട്. ഈശ്വരൻ ഏതൊരിടത്തുമുണ്ടെന്നിരിക്കെ എന്തിനൊരാൾ ക്ഷേത്രത്തിൽ പോയി ആരാധിക്കണം? പക്ഷേ ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ ക്ഷേത്രത്തിലും വിഗ്രഹത്തിലും ഉണ്ടാകുമല്ലോ. സാകാര നിരാകാരവാദികൾ തമ്മിൽ ഇങ്ങനെ വഴക്കടിച്ചു കൊണ്ടേയിരിക്കും. ഭഗവാൻ പരംപുരുഷനാണെങ്കിലും ബ്രഹ്മസംഹിതയിൽ ഊന്നി പറയുന്നത് പോലെ സർവ്വവ്യാപിയുമാണെന്ന്. കൃഷ്ണാവബോധമുള്ള ഒരു തികഞ്ഞ ഭക്തനറിയാം ഭഗവാൻ എപ്പോഴും വാണരുളുന്നത് സ്വധാമമായ ഗോലോക വൃന്ദാവനത്തിലാണെങ്കിൽ കൂടി തൻ്റെ ശക്തികളുടെ വിവിധ ആവിഷ്കാരങ്ങളായും പരിപൂർണ വിസ്തരണമായും ഭൗതിക ആധ്യാത്മിക മണ്ഡലങ്ങളുടെ ഏതു വശത്തും അവിടുത്തെ സാന്നിധ്യമുണ്ടെന്ന്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർ, സാധാരണ ആളുകൾ എങ്ങനെയാണ് കരുതുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു. അവജാനന്തി മാമൂഢ മാനുഷീം തനുമാശ്രിതം. നമ്മൾ ഇത് ഭഗവാനോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനായിട്ടുള്ള ഭഗവാൻ, ഭൗതിക പ്രപഞ്ചത്തിന്റെ മാത്രമല്ല ആത്മീയ പ്രപഞ്ചത്തിന്റെയും എല്ലാ പ്രപഞ്ചങ്ങളുടെയും സർവലോക മഹേശ്വരം, ഭഗവാൻ അങ്ങനെ മനസ്സിലാക്കണമെന്ന് ഭഗവാൻ 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം. സർവലോക മഹേശ്വരനായിട്ടുള്ള ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് സാധാരണ ആളുകൾ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുകൾ ഭഗവാനെ അവഗണിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ കുറിച്ച് എല്ലാ വേദങ്ങളിലും യഥാർത്ഥത്തിൽ ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വേദേശ്ച സർവൈരഹമേവ വേദ്യു. എല്ലാ വേദങ്ങളിലും ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ എല്ലാ ആചാര്യന്മാരും പറയുന്നത് ഭഗവാനെ കുറിച്ചാണ്. ഭാഗവതത്തിൽ ഭഗവാനെ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയെ കണക്കാക്കരുത് എന്ന് എടുത്തു പറയുന്നുണ്ട് അല്ലെ. ഭാഗവതത്തിൽ 1-ാമത്തെ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്, ഏതേച്ച അംശകലപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ ഒരിക്കലും അവഗണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസദേവൻ കൃഷ്ണൻ ആരാണെന്ന് അവിടെ വ്യക്തമാക്കുന്നത്. ഏതേച്ച അംശകലപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. മറ്റുള്ളതൊക്കെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളായിരിക്കാം. എങ്ങനെയുള്ള അവതാരങ്ങൾ? ഒന്നുകിൽ അംശാവതാരമായിരിക്കാം, അല്ലെങ്കിൽ കല ആയിരിക്കാം. അംശം എന്ന് പറയുന്നത് ഭഗവാന്റെ നേരിട്ടുള്ള വിസ്തരണം, അതിനാണ് അംശം എന്ന് പറയുന്നത്. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തരണത്തിന്റെയും വിസ്തരണം, അതിനാണ് കല എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കാണുന്ന അവതാരങ്ങളൊക്കെ, നമ്മൾ കാണുന്ന അവതാരങ്ങളൊക്കെ ഭഗവാന്റെ കലയോ അല്ലെങ്കിൽ ഭഗവാന്റെ അംശമോ ഒക്കെ ആയിരിക്കാം. പക്ഷെ കൃഷ്ണൻ ആരാണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതത്തിൽ എടുത്തു പറയുന്നുണ്ട്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരു അവതാരമല്ല, ഭഗവാൻ സ്വയം ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. അതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ ഇങ്ങോട്ട് വന്നതാണ്. ബാക്കിയൊക്കെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളാണ്. രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാരമകരോത് ഭുവനേഷു കിന്തു ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാൻ, അതേപോലെ നരസിംഹമൂർത്തി, വാമനമൂർത്തി, ഇങ്ങനെ ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളുണ്ട്. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ഒരു അവതാരമായിട്ട് പോലും കണക്കാക്കരുത് എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ദേവന്മാരിൽ ഒരുവനായിട്ട് കണക്കാക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? ഭഗവാൻ ദേവനല്ല. ഭഗവാൻ എല്ലാ ദേവന്മാരുടെയും ഉറവിടമായിട്ടുള്ള പരമപുരുഷനാണ് ഭഗവാൻ. ഭഗവാൻ സ്വയമാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ, എല്ലാ ലോകത്തിന്റെയും ഈശ്വരനായിട്ടുള്ള അധിപതിയായിട്ടുള്ള ഭഗവാൻ. വേദങ്ങളിൽ പറയുന്നു ഈശാവാസ്യം ഇതം സർവം. എല്ലാ ലോകത്തിന്റെയും ഉടമസ്ഥൻ ഈശ്വരനാണ് എന്ന് പറയുന്നു. ആ ഈശ്വരനാണ് കൃഷ്ണൻ. അത് വേദങ്ങളിലും പുരാണങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എടുത്തു പറയുന്നുണ്ട്. ഭാഗവതത്തിൽ 1-ാമത്തെ സ്കന്ധത്തിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്.
അല്ല, ഒന്നാമത്തെ സ്കന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതേജാംശകല പുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നെടുത്ത് പറയുന്നുണ്ട്. കൃഷ്ണനെ ഒരു അവതാരമായിട്ട് പോലും നമ്മൾ കണക്കാക്കണം. കൃഷ്ണൻ എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായിട്ടുള്ള പരമപുരുഷനാണ്, സ്വയം ഭഗവാനാണ് കൃഷ്ണൻ. അപ്പൊ ഇതൊക്കെ ശാസ്ത്രങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ ആചാര്യന്മാരും അംഗീകരിച്ചിട്ടുള്ളതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്നുള്ള കാര്യം. അല്ലെ, മധ്വാചാര്യർ, അതേപോലെ രാമാനുജാചാര്യർ, ചൈതന്യ മഹാപ്രഭു, ശങ്കരാചാര്യർ വരെ പറയുന്നുണ്ട് കൃഷ്ണൻ പരമപുരുഷനാണ് എന്നുള്ള കാര്യം. എന്നിട്ട് പോലും സാധാരണ ആളുകൾ അത് ചെവിക്കൊള്ളുന്നില്ല. അത് ഭഗവാനോട് ചെയ്യുന്ന ഒരു തെറ്റാണ്, അല്ലെങ്കിൽ അപരാധമാണ് എന്ന് പറയുന്നു. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാസുര. ഞാൻ അവതരിക്കുന്ന സമയത്ത് ഒരു സാധാരണ വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് മൂഢന്മാരാണ്. ഇത്രയൊക്കെ ശാസ്ത്രങ്ങളിൽ വിശദീകരിച്ചിട്ടും ആചാര്യന്മാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും മൂഢന്മാരായിട്ടുള്ള ആളുകൾ കൃഷ്ണനെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കണക്കാക്കുന്നു. അത് ഭഗവാനോട് ചെയ്യുന്ന ഒരു അപരാധമാണ് എന്ന് പറയുന്നു. അല്ലെ, പലപ്പോഴും നമ്മൾ ഭാഗവതം പറയുന്ന ആളുകൾ പോലും, അമ്പലങ്ങളിലൊക്കെ ഭാഗവതം പറയുന്ന ആളുകൾ പോലും കൃഷ്ണനെ സാധാരണ വ്യക്തിയായിട്ട് പറയുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് എടുത്തു പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ. ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യത, എല്ലാറ്റിൻ്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ വാസുദേവന് നമസ്കാരം എന്നാണ് പറയുന്നത്. എല്ലാറ്റിൻ്റെയും ഉറവിടം, എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ വാസുദേവന് നമസ്കാരം, ഭഗവാൻ വാസുദേവന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ. ഇതൊക്കെ വായിച്ചിട്ടും അവര് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാത്ത ആളുകൾ മൂഢന്മാരാണ് എന്ന് പറയും. അപ്പൊ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാത്തവരുടെ ഗതിയെക്കുറിച്ച് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ ഭൗതിക ലോകത്തു നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല. അവർ ഇരുട്ട് നിറഞ്ഞ ഭൗതിക ലോകത്തിൽ തന്നെ കിടക്കേണ്ടി വരും, ഭഗവാനെ മനസ്സിലാക്കാത്തത് കൊണ്ടും ഭഗവാനെ അംഗീകരിക്കാത്തത് കൊണ്ടും. അശ്രദ്ധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർത്തം എന്ന് പറയും. അവരുടെ ഗതി എന്താണ്? ഈ ജനന മരണ ചക്രങ്ങളെ തന്നെ തുടരുക എന്നുള്ളതാണ് അവരുടെ ഗതി. പക്ഷെ ഭഗവാനെ മനസ്സിലാക്കിയവർക്ക്, ഭഗവാനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കിയവർക്ക് ആ ജ്ഞാനം കൊണ്ട് തന്നെ അവരുടെ എല്ലാ പാപങ്ങൾ തീരുകയും അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും. അപ്പോൾ ഭഗവാനെ അങ്ങനെ സാധാരണ വ്യക്തിയായിട്ട് കണക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നെ ഇവിടെ എടുത്തു പറയുന്നത് അവജാനന്തി മാമൂഢ മാനുഷീം തനുമാസുരം എന്ന് പറയുന്നത്. ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് മൂഢന്മാരാണ് എന്ന് ഭഗവാൻ തന്നെ ഇവിടെ വെളിവാക്കുന്നുണ്ട്. ഓക്കെ, സമയമായിട്ടുണ്ട്. ഇപ്പോൾ വായിച്ച ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ശ്ലോകം ചെല്ലാം. ആരാണ് ശ്ലോകം ചെല്ലുന്നത്?